ഹായ്, ലാലു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ചോറിൻ്റെ വറവിനുള്ള ഒരു റെസിപ്പിയും കൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: വാഴയുടെ കൂമ്പ്, ചെറുപയർ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ചെറിയുള്ളി, തേങ്ങ, കാന്താരിമുളക്, വെള്ളം, ഉപ്പ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കടക്കാം. കൂമ്പ് കൊത്തിയരിഞ്ഞത്, ചെറുതായി കൊത്തിയരിഞ്ഞതാണ്. ചെറുപയർ തലേന്ന് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഉച്ചക്കത്തെ ചോറിനുള്ള വറവാക്കുമ്പോൾ വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വാഴയുടെ കൂമ്പ് ഫസ്റ്റ് തന്നെ കാണിക്കാണ്ടിരുന്നത്. എല്ലാം അരിഞ്ഞ് വെച്ചപ്പോഴാണ് ഇത് ഓർത്തെ. അപ്പോൾ ചെറുപയർ കുക്കറിലിട്ട് കൂമ്പിട്ട് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം വേണ്ട, നമുക്ക് വറവാന്നല്ലോ വേണ്ടത്. അപ്പോൾ ഒന്ന് ഇളക്കി നമ്മൾ കുക്കറിൻ്റെ മൂടിയിട്ട് 3 വിസിൽ വരണം. ചെറുപയറായതുകൊണ്ട് കുറച്ച് വേവ് ഉണ്ടാകും. അതുകൊണ്ട് 3 വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ടത് തേങ്ങ, ചെറിയുള്ളി, കാന്താരിമുളക്, മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ ആ 3 വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറുപയറിന് പകരം നമുക്ക് മുതിര വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കടല എടുക്കുക. അത് കടലയിലായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറുപയറിന് ടേസ്റ്റ് കുറവുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതേ രീതിയിൽ അതും എല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണുന്നവർ വിചാരിക്കും, ഇതെല്ലാം നമുക്ക് അറിയുന്നതല്ലേ, ഇതെല്ലാം ഇവളിങ്ങനെ കാണിക്കണ്ടേന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഉച്ചക്ക് ഇങ്ങനെ ചോറിനുള്ള വറവുണ്ടാക്കുമ്പോൾ ഒന്ന് വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാവുമല്ലോ. അപ്പം നമ്മൾ കുക്കർ തുറന്ന് നോക്കി എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചീനച്ചട്ടിയിലാണ് പരിപാടി. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുകിട്ട്, പിന്നെ കഴുകി വെയിലത്ത് കഴുകി ഉണക്കി വെച്ച് അരിയുണ്ട്. അരി ഞാനങ്ങനെ കഴുകി ഉണക്കി വെക്കലുണ്ട്, വറവിന് ഇതേപോലെ താളിക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ അത് മൂത്ത് വരുമ്പം അതിലേക്ക് നമുക്ക് ചതച്ച വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിക്കണം. അത് മൂപ്പിച്ച് നല്ലതുപോലെ മൂപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ച കുക്കറിൽ വേവിച്ച് വെച്ച കൂമ്പും ചെറുപയറുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും അതിൻ്റെ ഉള്ളിലെ കൂടി ഒരു ഷെയറും ലൈക്കും എല്ലാം തരണേ. ആരും അതിനൊന്നും മറക്കല്ലേ. പിന്നെ ഇതിങ്ങനെ ചെയ്ത് പഠിച്ച് വരുന്നേ ഉള്ളൂ. അതിൻ്റെ കുറ്റങ്ങളും കുറവുകളെല്ലാം ഉണ്ടാകും. അപ്പോൾ എല്ലാവരും അതെല്ലാം ക്ഷമിക്കണം. പിന്നെ ഈ വീഡിയോ ഇതിന് മുന്നേ ഇട്ട വീഡിയോ ഒക്കെ കണ്ടവർക്കും ഷെയർ ചെയ്തവർക്കും ലൈക്കും എല്ലാം ചെയ്തവർക്കെല്ലാം വലിയ താങ്ക്സ് ഉണ്ട്. ഇനിയും അങ്ങോട്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണേ. അപ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ഇതാ ഒതുക്കിയെടുത്തിട്ടേ ഉള്ളൂ. അതിൻ്റെ മുന്നേ ഞാൻ അരപ്പ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചീനച്ചട്ടിയിൽ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സാധനം നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ അരപ്പ് ഇട്ടിട്ട് ഞാൻ എല്ലാം തട്ടി പൊത്തി അതിനെ ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റേ മൂടണ്ടു, അധികം ഒന്നും മൂടണ്ട. തേങ്ങ വേവണ്ട, തേങ്ങേനെ ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ആ 2 മിനിറ്റ് കഴിഞ്ഞപ്പം തുറന്ന് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂകി, ആ പച്ച വെളിച്ചെണ്ണേൻ്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ വറുത്തന്നെ വരുമല്ലോ. അപ്പോൾ നമ്മളെ വറവ് ഉച്ചക്ക് കഴിക്കാനുള്ള വറവ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയ താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബായ്.